നല്ല രസമുണ്ടടാ. അത് നല്ല രസം കാണാൻ. കാലില് തളയുണ്ടോ? ഇതാരാണ് കോസ്റ്റ്യൂം ഡിസൈൻ? അമ്മ. അമ്മയ്ക്കൊരു സലാം. വൺ ഓഫ് ദി വിഭ്രാന്തി ഗേൾസ്. കോസ്റ്റ്യൂമില് വിഭ്രാന്തി ഒന്നുമില്ല അധികം. ഇല്ല. ആ കളർ നല്ല രസമുണ്ട് കേട്ടോ. വാട്ട് ഇസ് ദ കളർ? പച്ച. പച്ചയാണോ? പിന്നെ അല്ലാണ്ടോ മൊത്തം പച്ചയാ? ഒരു ഗോൾഡനും. ഗോൾഡൻ പച്ചയാ? കണ്ണാടി സിൽവർ ആണോ അതില്? ഗോൾഡ്. ഗോൾഡ്. എസ്തർ ബേബി എന്തോ കഥ എഴുതാറുണ്ടോ? ഇല്ല. അയാൾ കഥ എഴുതുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അപ്പോൾ അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ വഴി ചോദിച്ചു പോണം. വഴി ചോദിച്ചു പോവാം. അപ്പൊ ആരുടെ ഏത് റൗണ്ടിലാ പാടുന്നേ? രവീന്ദ്രൻ മാഷ്. ഉറപ്പല്ലേ? അപ്പൊ ആരുടെ മ്യൂസിക്കാ? രവീന്ദ്രൻ. മിടുക്കി. ആരാ എഴുതിയത്? വരികൾ എഴുതിയത് ആരാ? യെസ്. പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം എം ജി സാറും സുജാത മാമും. യെസ്. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കുപ്പിവെള്ള അത് മോഹൻലാലായിരുന്നു. എം ജെ മനസ്സിലായത്. സത്യത്തിൽ എനിക്ക് രാകേഷോട് അതായിരുന്നല്ലേ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഞങ്ങൾക്ക് തോന്നി. പക്ഷേ എന്തായാലും എസ്തർ ഓൾ ദി ബെസ്റ്റ്. നല്ലോണം പാടണം. മോനെ കുപ്പിവെള്ള കിളിങ്ങനല്ല. കിലുങ്ങണല്ലോ കാൽത്തളകൾ കിണുങ്ങണല്ലോ കരളിന്റെ കരളെ പറയാമോ ഞാനൊന്നുകൂടെ പോന്നോട്ടെ താഴ്വാരമാകെ വസന്തകാലം തിരുന്നു വന്നു നമുക്ക് വേണ്ടി വസന്തകാലം തിരുന്നു വന്നു നമുക്ക് വേണ്ടി
കരളിന്റെ കരളെ കരയാതെ അരുതാത്തതൊന്നും താഴ്വാരമാകെ വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി. ഓ വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി. കിലുങ്ങട്ടെ കാൽത്തളകൾ കിണു കിണു കിണുങ്ങട്ടെ. കരളിന്റെ കരളെ കരയാതെ അരുതാത്തതൊന്നും പറയാതെ താഴ്വാരമാകെ വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി. ഓ വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി. വെരി ഗുഡ് വെരി ഗുഡ് മോളെ. നിന്നോട് വിടരുത്. വിടില്ല. ഇപ്പൊ ശ്വാസം കിട്ടാത്ത പാട്ടിന് ഒരു സമയമുണ്ട്. മാനെ 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 ഇപ്പൊ പാടിപ്പിക്കണം. ഒരു മാനെ പാടും. അതിന്റെ കഥയാണ് ഈ പറയാൻ വരുന്നത്. മോനെ എന്ന് പറയും. ഞാൻ ആദ്യമായിട്ട് ദാസേട്ടന് ട്രാക്ക് പാടിയത് മാനെ. മാനയാണ്. അത് ഞാൻ സിനിമയിൽ പാടിയതിന് ശേഷമാണെന്ന് ഓർക്കണം. അതായത് ഞാൻ സിനിമയിൽ പാടിയ പാട്ടിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത്, പ്രോഗ്രാമിംഗ് ചെയ്തത് ശരത്തേട്ടനാണ്. അപ്പോൾ ശരത്തേട്ടനാണ്, അയാൾ കഥ എഴുതുകയാണ് സിനിമയുടെ പ്രോഗ്രാമിംഗ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ശരത്തേട്ടൻ്റെ കൂടെ താമസിക്കുന്നത് വീട്ടില് മദ്രാസില്. അപ്പോൾ ഞാനിങ്ങനെ ശരത്തേട്ടൻ്റെ കൂടെ രാത്രി ഈ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ഞാൻ കൂടെ ഇരിക്കും. രാത്രി 1 മണി 2 മണിക്കൊക്കെ ഇങ്ങനെ ശരത്തേട്ടൻ ഇങ്ങനെ ഇത് കീബോർഡ് വായിച്ചിട്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉറക്കം തൂങ്ങി കീബോർഡിന്റെ അവിടേക്ക് വീഴുമ്പോൾ ഞാൻ പിടിച്ച് കുലുക്കി ഇനയിപ്പിക്കും. നീ ഉണ്ടായത് നന്നായടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രസകരമായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം കോതന്റെ പാണിയിൽ അന്നൊക്കെ ഫ്ലോപ്പിയാണ്. ഇന്നിപ്പോ പെൻ ഡ്രൈവും ഹാർഡ് ഡിസ്കും ഇതൊക്കെ വന്നല്ലോ. കീബോർഡിൽ ഇടുന്ന ഫ്ലോപ്പി, ആ ഫ്ലോപ്പി ഈ കുപ്പിവള കിളിക്കുന്ന ഈ പാട്ടിന്റെ ട്രാക്കും കൊണ്ടാണ് പോണത്. ഇപ്പൊ ഞാൻ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുമ്പോൾ രവീന്ദ്ര മാഷ്, ആക്ട്രസ് സരിത ചേച്ചി, പിന്നെ സിദ്ദിഖ് ക, അവരൊക്കെ അതിൽ പ്രൊഡക്ഷനിൽ ഉള്ള ആൾക്കാരാണ്. പിന്നെ കമലക്ക ആണ് ഡയറക്ടർ. അപ്പോൾ ചെല്ലുന്നു. അപ്പോൾ ശരത്തേട്ടൻ ഫ്ലോപ്പി കൊടുക്കുന്നു. മാഷേ ദേ മറ്റേ കുപ്പിവള കിലുകുന്നല്ലോ, അപ്പം അതിൻ്റെ റെഡി ആയിട്ടുണ്ട് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ, എടാ രസേ ആ മാന എന്നുള്ള പാട്ട് ട്രാക്ക് പാടിയത് ശരിയായില്ല, അത് നീ ഒന്ന് പാടറാ എന്ന് പറഞ്ഞു ശരത്തേട്ടൻ്റെ അടുത്ത് രവീന്ദ്ര മാഷ്. അപ്പോൾ ശരത്തേട്ടൻ എൻ്റെ കഴുത്തി പിടിച്ചെടുത്തത് ഈ ചെക്കൻ പാടുന്നു പറഞ്ഞു എന്നെ തള്ളി കോട്ടയ്ക്ക് രവീന്ദ്ര മാഷിൻ്റെ. അങ്ങനെയാണ് ഈ മാന എന്നുള്ള പാട്ട് ഞാൻ പാടുന്നത്. അപ്പം മാനെ അല്ലേ? അതെ. സാരി
മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ മെരുക്കിയാൽ മെരുങ്ങാത്ത കസ്തൂരിമാനേ ഇണക്കിയാൽ ഇണങ്ങാത്ത മായ പൊന്മാനേ ഉറുമ്പിന്റെ കൊമ്പു കുരുക്കുന്ന ചൂല പെൺമാനേ തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനേ ഇല്ലില്ല കാട്ടിലെ മുള്ളുള്ള മേറ്റിലെ ആടിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ മാനേ Wow. So, Esther Kuti going to be awarded 97 out of 100. താങ്ക് യു സർ. കരയാതെ അരുതാ